ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോസസ്സിംഗ് ഓഫ് ഡാറ്റയാണ്. ഡാറ്റ കളക്ഷൻ കഴിഞ്ഞാൽ ആ ഡാറ്റനെ എന്ത് ചെയ്യണം? പ്രോസസ് ചെയ്യണം. അപ്പോ സയന്റിഫിക് സ്റ്റഡിക്ക് നിർബന്ധമായിട്ടും ഡാറ്റനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോസസ് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു നല്ല റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? ഈ നമ്മൾ കളക്ട് ചെയ്തുള്ള ഡാറ്റ നമ്മുടെ കമ്പാരിസനും അനാലിസിസിനും പറ്റുന്നതാണ് എന്നുള്ള കാര്യം ഉറപ്പിക്കാനും അത് പ്രോസസ് ചെയ്യല് നിർബന്ധമാണ്. ഓക്കെ, ഡാറ്റ പ്രോസസ് ഇൻവോൾവ്സ് ക്ലാസിഫിക്കേഷൻ ആൻഡ് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ ഇൻ ഓർഡർ ടു മേക്ക് ദം എമിനബിൾ ഫോർ അനാലിസിസ്. ഡാറ്റ പ്രോസസിംഗ് ഇൻവോൾവ് ചെയ്യുന്നത് ക്ലാസിഫിക്കേഷനും അതുപോലെ സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ ആണ്. ഇൻ ഓർഡർ ടു മേക്ക് ദം എമിനബിൾ ഫോർ അനാലിസിസ്. അപ്പോ അനാലിസിസിന് ഉതകുന്ന തരത്തില് ഡാറ്റനെ എന്താണ് ക്ലാസിഫൈ ചെയ്യുന്നതും സമ്മറൈസ് ചെയ്യുന്നതുമാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രോസസ്സിംഗ് ഓപ്പറേഷൻ ഇൻവോൾവ് ചെയ്യുന്നത് 4 സ്റ്റേജസ് ആണ് വരുന്നത്. അതായത് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്റ്റേജസ് അതിന് വരുന്നുണ്ട്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. രണ്ടാമത്തത് കോഡിംഗ്, മൂന്നാമത്തത് ക്ലാസിഫിക്കേഷൻ, നാലാമത്തത് ടാബുലേഷൻ. ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് ഈ ഒരു ഡാറ്റ പ്രോസസ്സിംഗിനുള്ളത്. ഓക്കെ, ഇതൊക്കെയാണ്: 1 എഡിറ്റിംഗ്, 2 കോഡിംഗ്, 3 ക്ലാസിഫിക്കേഷൻ, 4 ടാബുലേഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ 4 സ്റ്റേജ് ആണല്ലോ, ഇങ്ങനെ സ്റ്റെപ്സ് ആണ് അതിനുള്ളത്. ഇനി ഓരോ സ്റ്റെപ്സ് നമുക്ക് നോക്കണം. അതിൽ ഒന്നാമത്തതാണ് എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പ്രോസസ്സിംഗിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അതായത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എക്സാമിനിങ് ദ ഡാറ്റ കളക്ടഡ് ഇൻ ക്വസ്റ്റനെയേഴ്സ് ഓർ ഷെഡ്യൂൾ ടു ഡിറ്റക്ട് ദ എറേഴ്സ് ആൻഡ് ഒമിഷൻസ് ആൻഡ് ടു കറക്റ്റ് ദീസ് ആസ് ഫാർ ആസ് പോസിബിൾ. നമ്മൾ ഈ ഒരു ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റനെയറിൽ നിന്നൊക്കെ കളക്ട് ചെയ്തുള്ള ഡാറ്റ എന്ത് ചെയ്യാണ്? സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്ന പ്രോസസ്സാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ പരിശോധിക്കുക മാത്രമല്ല, അവിടെ പരിശോധിച്ചുകൊണ്ട് എന്ത് ചെയ്യണേ? അതിൽ വരുന്ന എറേഴ്സ്, ഒമിഷൻസ്, അതുപോലെ അതിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തിരുത്തുന്നൊക്കെ പ്രോസസ്സാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ കളക്ട് ചെയ്ത ഡാറ്റ ക്വസ്റ്റനെയറിൽ നിന്നോ ഷെഡ്യൂളൊക്കെ വഴി കിട്ടിയിട്ടുള്ള ഡാറ്റകൾ എന്ത് ചെയ്യാണ്? അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഒമിഷൻസ് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഇൻകറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫില്ല് ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ അതായത് അതൊക്കെ തിരുത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കുക, ആ തെറ്റിനെ എന്ത് ചെയ്യുക? അതൊക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് പറ്റുന്നതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് പോകുക. അങ്ങനെ നമുക്ക് പറ്റുന്നതൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് എഡിറ്റിംഗ്. ഇറ്റ് ഇൻവോൾവ്സ് കെയർഫുൾ സ്ക്രൂട്ടിനി ഓഫ് കംപ്ലീറ്റഡ് ക്വസ്റ്റനെയേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. അപ്പൊ നമ്മളിത് പറഞ്ഞതാണ് എന്താണ്? ഇത് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നതാണ്, അത് സ്ക്രൂട്ടിനി ചെയ്ത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുന്നതാണ്. ക്വസ്റ്റനെയറും ഷെഡ്യൂളൊക്കെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കുകയാണ്. അതിലെന്തെങ്കിലും ഡിറ്റക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്ത് ചെയ്യണേ? നമ്മള് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുക. അത് എന്തെങ്കിലും എറേഴ്സ് ഒക്കെ അതായത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, ഒമിഷൻസ് വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷ്മമായിട്ട് പരിശോധിച്ചുകൊണ്ട് നമുക്ക് പറ്റുന്നതൊക്കെ തിരുത്തുന്നതാണ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഇനി എഡിറ്റിംഗിനാകട്ടെ 2 സ്റ്റേജസ് ആണ് എഡിറ്റിംഗിനുള്ളത്. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗും രണ്ടാമത്തത് സെൻട്രൽ എഡിറ്റിംഗും. ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മള് റെസ്പോണ്ട് അടുത്ത് നിന്ന് എന്ത് ചെയ്തു? ക്വസ്റ്റനെയർ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തു. ആ കളക്ട് ചെയ്ത അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണേ? നമ്മൾ ആ ഒരു ഡാറ്റ അല്ലെങ്കിൽ ആ ക്വസ്റ്റനെയറിൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തുന്നതാണ് ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പൊ ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില ആളുകൾ എന്തുണ്ടാവും? ഇപ്പൊ ചുരുക്കി കൊടുത്തിട്ടുണ്ടാവും, അബ്രീവിയേഷൻസ് എഴുതിയിട്ടുണ്ടാവും. അത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാവുന്ന രൂപത്തിലാകണമെന്നില്ല. അപ്പൊ അവിടെ ഒന്നുള്ള തെറ്റ് ഒന്നെങ്കിൽ നമുക്ക് അതേ ദിവസം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? അത് ആ റെസ്പോണ്ടിനോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാകും എന്താണ് നിങ്ങൾ ഇവിടെ ചുരുക്കി എഴുതിയത് എന്നുള്ള കാര്യം. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ അബ്രീവിയേഷൻസോ അല്ലെങ്കിൽ എന്താണ് ഇല്ലെജിബിൾ ഫോർമാറ്റിലൊക്കെ എന്തുണ്ടാവും? ചിലപ്പോ ഈ റെസ്പോണ്ടന്റ് എന്തുണ്ടാവും? എഴുതിയിട്ടുണ്ടാകും വ്യക്തമല്ലാത്ത രീതിയിലും, അതുപോലെ അബ്രീവിയേഷൻസിലൊക്കെ ചിലപ്പോ റെസ്പോണ്ടന്റ് അവരുടെ ഭാഷയിലൊക്കെ എഴുതിയിട്ടുണ്ടാവും അല്ലെ? അത് ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല. അത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഫീൽഡിൽ വെച്ചുകൊണ്ട് തന്നെ അവരോട് എന്ത് ചെയ്യുക? ചോദിക്കുക. അങ്ങനെ നമുക്ക് ആ ഒരു കാര്യം കറക്റ്റ് ചെയ്ത് പോകാവുന്നതാണ്. അതാണ് ഫീൽഡ് എഡിറ്റിംഗ്. രണ്ടാമത്തതാണ് സെൻട്രൽ എഡിറ്റിംഗ്. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാല് ഒരു ഓഫീസ് ഉണ്ടാവും. ആ ഓഫീസിൽ എത്തിയിട്ട് എന്ത് ചെയ്യാണ്? മൊത്തം ക്വസ്റ്റനെയർ എത്തിയതിനു ശേഷം നമ്മൾ കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്? ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, അപ്പോ ഇത് സ്മാൾ സ്റ്റഡിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു എഡിറ്റർ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് ലാർജ് സ്റ്റഡിക്ക് ആണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ മാത്രം ഉണ്ടാവും സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ടീംസ് തന്നെ അതിനുണ്ടായിരിക്കും. അപ്പോ
നമ്മള് ക്വസ്റ്റ്യനെയറും ഷെഡ്യൂളൊക്കെ എന്തുണ്ടാവും നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ടാവും. ആ ഓഫീസിൽ വന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും സൂക്ഷ്മമായിട്ട് പരിശോധിക്കും. ആ പരിശോധിച്ചിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഇല്ലെജിബിൾ ആയിട്ടുള്ള ഫോമിലാണ് എഴുതിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിൽ റെസ്പോണ്ടന്റ് എന്ത് ചെയ്യും അതായത് റെസ്പോണ്ടന്റ് എന്ത് ചെയ്യും ഫോൺ വഴി കോൺടാക്ട് ചെയ്യും. ആ കോൺടാക്ട് ചെയ്തുകൊണ്ട് എന്താ നിങ്ങൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യും അവരോട് വിളിച്ച് ചോദിച്ചിട്ട് അവർ പറയുന്ന ഉത്തരം എന്ത് ചെയ്യും അവിടെ തിരുത്തി എഴുതും. ഓക്കെ, അതുപോലെ ചിലപ്പോ ചില ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത്തരം ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ സെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ ഒക്കെ എന്താണ് ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടാവും. അത്തരം ക്വസ്റ്റ്യൻ ഒക്കെ എന്ത് ചെയ്യും നമുക്ക് ഈ ഓഫീസിൽ വെച്ചുകൊണ്ട് അയാളുടെ അയാളുടെ ആൻസറിന്റെ ഒരു ഫോർമാറ്റും അതുപോലെ അതിനുശേഷമുള്ള ഈ ഇൻകംപ്ലീറ്റ് ചെയ്യാത്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യന് ശേഷമുള്ള മറ്റു റെസ്പോൺസ് ഒക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് പറ്റുമെങ്കിൽ എന്ത് ചെയ്യുക ആ ക്വസ്റ്റ്യനൊക്കെ എന്ത് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത് പോകുക. അങ്ങനത്തെ എഡിറ്റിംഗ് കാര്യങ്ങൾക്ക് എന്ത് ചെയ്യുക ചെയ്യുന്നതാണ് സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ രണ്ട് സ്റ്റേജസ് ആണ് എഡിറ്റിംഗിനുള്ളത്. ഒന്ന് ഫീൽഡ് എഡിറ്റിംഗും രണ്ടാമത്തത് സെൻട്രൽ എഡിറ്റിംഗും. ഫീൽഡ് എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തുന്ന അന്നോ അല്ലെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യാണ് അത് ആ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഷെഡ്യൂളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് എന്തെങ്കിലുമൊക്കെ അബ്രീവിയേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരുത്തി എഴുതുക. അതുപോലെ ഇല്ലെജിബിൾ ഫോർമാറ്റ് ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക വ്യക്തമാവുന്ന രീതിയിലൊക്കെ മനസ്സിലാവുന്ന രൂപത്തിൽ നമ്മൾ തിരുത്തി എഴുതുക. അതാണ് ഫീൽഡ് എഡിറ്റിംഗ്. സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസിൽ എത്തിയിട്ട് എന്ത് ചെയ്യാണ് അവിടെ നിന്ന് കാര്യങ്ങൾ എന്ത് ചെയ്യുക കറക്റ്റ് ചെയ്യുന്നതാണ് സെൻട്രൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്തതാണ് രണ്ടാമത്തത് കോഡിംഗ് ആണ്. Coding is the process of assigning figures or other symbols to answers so that responses can be put into a limited number of categories or classes. അതായത് നമ്മൾ ഈ ഡാറ്റ എന്ത് ചെയ്യാണ് ഒരു പ്രത്യേക കാറ്റഗറി ക്ലാസ് ഒക്കെ ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഡാറ്റിനെ എന്താക്കി മാറ്റുക അതിന് പ്രത്യേക സിമ്പലോ ഫിഗറോ ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ് ആണ് കോഡിംഗ് എന്ന് പറഞ്ഞാല്. കോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക ആ ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വല്ല സിമ്പലോ ഫിഗറോ ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഈ ഒരു ക്വസ്റ്റ്യനിൽ കിട്ടുന്ന റെസ്പോണ്ടന്റിന്റെ ഓരോ റെസ്പോൺസിന്റെ ആൻസേഴ്സിനും നമ്മൾ ഓരോ ഉത്തരങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിനെന്ത് ചെയ്യുക പ്രത്യേക സിമ്പലോ ഫിഗറോ ഒക്കെ എന്ത് ചെയ്യുക ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അങ്ങനെ കോഡ് കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് ഓരോന്നും പ്രത്യേക കാറ്റഗറി ആയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് ആയിട്ടോ നമുക്ക് തരംതിരിക്കാവുന്നതാണ്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് കോഡിംഗ് ഇൻവോൾവ് ടു മെയിൻ ഓപ്പറേഷൻ. രണ്ട് ഓപ്പറേഷൻസ് ആണ് കോഡിങ്ങിന് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഡിസൈഡ് ദ കാറ്റഗറി ടു ബി യൂസ്ഡ്. ആദ്യം നമ്മൾ കാറ്റഗറി ഏത്തരം കാറ്റഗറി ആണ് ഉപയോഗിക്കുന്ന കാര്യം ചെയ്യാൻ ഡിസൈഡ് ചെയ്യുക. അതായത് ക്ലാസ് തീരുമാനിക്കുക എങ്ങനത്തെ കോഡാണ് നമ്മൾ അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ക്ലാസ് തീരുമാനിക്കുക. രണ്ടാമത്താണ് ടു അലോക്കേറ്റ് ഇൻഡിവിജ്വൽ ആൻസേഴ്സ് ടു ദം സച്ച് ക്ലാസസ് ഷുഡ് ബി അപ്രോപ്രിയേറ്റ് ദ റിസർച്ച് പ്രോബ്ലം അണ്ടർ സ്റ്റഡി. അതുപോലെ ഓരോ ഇൻഡിവിജ്വൽ ആൻസറിന് എന്ത് ചെയ്യുക നമ്മൾ കോഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോ പ്രധാനമായിട്ടും കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ക്ലാസ് തീരുമാനിക്കുക. ക്ലാസ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിലോട്ടാണ് ആ ഒരു ആൻസർ പോകേണ്ടത്. അപ്പൊ ഓരോ ആൻസറിന് എന്ത് വേണ്ടി വരും നമ്മൾ പ്രത്യേക കോഡ് നിശ്ചയിക്കേണ്ടി വരും. അപ്പൊ കോഡ് ഏത് കോഡ് കൊടുക്കണം അത് സിമ്പിൾ കൊടുക്കണോ അല്ലെങ്കിൽ ഫിഗർ കൊടുക്കണം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക തീരുമാനിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ പറഞ്ഞാൽ ഓരോ ആൻസേഴ്സിനും എന്ത് കൊടുക്കുക ഇൻഡിവിജ്വൽ ആൻസറിന് എന്ത് ചെയ്യുക കോഡ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിക്കാണ്ട് നമ്മൾ റിസർച്ച് പ്രോബ്ലം നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാല്. ഓക്കെ, അടുത്തതാണ് സ്റ്റെപ്സ് ഇൻ കോഡിംഗ്. കോഡിങ്ങിന്റെ സ്റ്റെപ്സ് ആണ്. ഒന്നാമതാണ് സ്റ്റഡി ദ ആൻസർ. ആൻസർ എന്ത് ചെയ്യുക വ്യക്തമായ രീതിയിൽ സ്റ്റഡി ചെയ്യണം ആദ്യം. അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ ആദ്യം എന്തുണ്ടാവും ഓരോ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമയത്ത് തന്നെ എന്തുണ്ടാവും ഓരോ ക്വസ്റ്റ്യനിലുള്ള അല്ലെങ്കിൽ ഷെഡ്യൂളിലുള്ള ഓരോ ക്വസ്റ്റ്യൻസിനും എന്ത് കൊടുത്തിട്ടുണ്ടാവും ഇതുപോലെ കോഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ, അറ്റ്ലീസ്റ്റ് നമ്പറിലും കൊടുത്തിട്ടുണ്ടാവും അല്ലെ. അപ്പോ വ്യക്തമായ രീതിയിൽ ഓരോ ആൻസറിനും എന്തുണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ വിശദമായ രീതിയിൽ ഒരു ക്വസ്റ്റ്യന് വരുന്ന ആൻസേഴ്സ് ചിലപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആൻസർ ആണ്. അപ്പൊ അത്തരം ആൻസേഴ്സിന് എങ്ങനെയാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജ്. രണ്ടാമതെന്ന് പറഞ്ഞാല് ഡെവലപ്പിംഗ് കോഡിംഗ് ഫ്രെയിം. രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുക കോഡിംഗ് ഫ്രെയിം തയ്യാറാക്കുക. അപ്പൊ കോഡിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞാല് എന്താണ് കോഡ് കൊടുക്കേണ്ടത്, അത് എങ്ങനെയാണ് കോഡ് കൊടുക്കേണ്ടത്, എന്ത് കോഡ് കൊടുക്കണം, അത് എങ്ങനെ കോഡ് അലോക്കേറ്റ് ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം രൂപീകരിക്കണം. അതാണ് രണ്ടാമത്തെ സ്റ്റേജിൽ വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാല് അപ്പൊ ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ ഓരോ ആൻസറിനും എന്ത് കോഡാണ് നമ്മൾ ഇവിടെ അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം ഇവിടെ നമ്മൾ തീരുമാനിച്ചു വെക്കേണ്ടി വരും. അതായത് ബേസ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഒബ്സർവ്ഡ് വേരിയബിൾസ്. നമ്മൾ ഓരോ വേരിയബിൾസ് ഓരോ ആൻസറിന്റെയും
എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അതിന് എന്ത് കോഡ് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നതാണ് ഡെവലപ്പിംഗ് കോഡിംഗ് ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സ്റ്റേജ് ആണ് ഗ്രാജുവൽ ഫിറ്റിംഗ് ഓഫ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണേ ആ ഒരു കോഡ് എന്ത് ചെയ്യണേ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോ ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാല് അതിന് ഓരോ 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും, നമ്മൾ ഓരോ കോഡ് അസൈൻ ചെയ്ത് കൊടുക്കുക. അതാണ് ഗ്രാജുവൽ ഫിറ്റിംഗ് ഓഫ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് കഴിഞ്ഞ നാലാമത്തെ സ്റ്റേജ് ആണ് ട്രാൻസ്ഫർ ദ ഇൻഫർമേഷൻ ഫ്രം ദ ഷെഡ്യൂൾ ടു എ സെപ്പറേറ്റ് ഷീറ്റ് നെയ്മഡ് ട്രാൻസ്ക്രിപ്ഷൻ ഷീറ്റ്. അപ്പോ ഇവിടെ ട്രാൻസ്ഫർ the information from the schedule to a separate sheet named transcription sheet. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം നമ്മള് ഇൻഫർമേഷൻസ് എന്ത് ചെയ്യണം നമ്മള് ഷെഡ്യൂളിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യുക. എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ഷീറ്റിലോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ആ ഷീറ്റിനെ പറയുന്ന പേരാണ് ട്രാൻസ്ക്രിപ്ഷൻ ഷീറ്റ്. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഇപ്പോ പല ആളുകളും പല രീതിയിലേക്കാണ് എന്ത് ഉണ്ടാകുക, ഇപ്പൊ മൾട്ടിപ്പിൾ ചോയ്സ് സെലക്ട് ചെയ്തിട്ടുണ്ടാകുക. അപ്പൊ അത് നമ്മൾ കോഡ് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ കിട്ടുന്ന ഓരോ ആൻസർ എന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യുക ഒരു പ്രത്യേക ഷീറ്റിലോട്ട് മാറ്റി എഴുതണം. അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഷീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയാണ് കോഡിങ്ങിന്റെ പ്രോസസ്സ്. ഇനി നമുക്ക് നോക്കാം കോഡിംഗ് റൂൾസ് ആണ്. എന്തൊക്കെയാണ് കോഡിംഗ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂൾസ്. ഒന്ന്, കോഡ് നമ്പേഴ്സ് ആർ ടു ബി പ്രൊവൈഡ് ടു ഈച്ച് റെസ്പോണ്ടന്റ് ഫോർ ദ പർപ്പസ് ഓഫ് ഐഡന്റിഫിക്കേഷൻ. അപ്പോ നമ്മൾ ഓരോ റെസ്പോണ്ടന്റ് എന്ത് ചെയ്യണം നമ്മൾ ഒരു കോഡ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. മനസ്സിലായോ? അതായത് ഓരോ റെസ്പോണ്ടന്റിനും എന്ത് ചെയ്യണം ഓരോ കോഡ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ടാണ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് ആരുടെ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഓരോന്നിനും നമ്മൾ എന്ത് ചെയ്യുക ഒരു കോഡ് കൊടുക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ക്വസ്റ്റ്യൻ 1, 2, 3, 4 അങ്ങനെ നമ്പർ ഇട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യനും നമ്പർ ഇട്ടുണ്ടാകും. അപ്പൊ 1 നമ്മൾ ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അടുത്ത രണ്ടാമതാണ് പ്രൊവൈഡ് കോഡ് നമ്പർ ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ. അതുപോലെ ഓരോ ക്വസ്റ്റ്യനിലുള്ള അല്ലെങ്കിൽ ഷെഡ്യൂളിലുള്ള ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക കോഡ് നമ്പർ പ്രൊവൈഡ് ചെയ്യണം. അടുത്താണ് കൺഫർ കോഡ് നമ്പേഴ്സ് ഓഫ് ഈച്ച് റെസ്പോൺസ്. അതുപോലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഓരോ കോഡുകൾ എന്ത് ചെയ്യണം ഓരോ റെസ്പോൺസിന് അസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോ ഓരോ റെസ്പോൺസിന് എന്ത് ചെയ്യുക കോഡ് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കണം. അടുത്താണ് റിസർച്ചർ ഹിംസെൽഫ് ഡു ദ വർക്ക് അസൈനിങ് കോഡ്. അതുപോലെ റിസർച്ചർ സ്വന്തം ചെയ്യണം എന്ത് കോഡ് അസൈൻ ചെയ്യുന്ന വർക്ക് റിസർച്ചർ എന്ത് ചെയ്യുക സ്വന്തം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. അടുത്താണ് അറേഞ്ച് എ കോഡിംഗ് ഫ്രെയിം. അതുപോലെ കോഡിംഗ് ഫ്രെയിം എന്ത് ചെയ്യണം വളരെ വ്യക്തമായ രീതിയിൽ അറേഞ്ച് ചെയ്യണം. എന്താണ് കോഡ് കൊടുക്കുന്നത്, എങ്ങനെയാണ് ആ കോഡ് കൊടുക്കേണ്ടത്, ഏത് ക്ലാസ്സിലോട്ടാണ് അത് നമ്മൾ കാറ്റഗറൈസ് ചെയ്യേണ്ടത്, ആ തുടങ്ങിയ കാര്യം എന്ത് ചെയ്യണം വളരെ വ്യക്തമായ രീതിയിൽ കോഡിംഗ് ഫ്രെയിം അറേഞ്ച് ചെയ്യണം. അടുത്താണ് പ്രിപ്പയർ ഇൻസ്ട്രക്ഷൻ ഫോർ കോഡേഴ്സ്. അതുപോലെ കോഡ് ചെയ്യുന്ന വ്യക്തികൾ അതായത് ചിലപ്പോൾ റിസർച്ചർ അല്ലാതെ ചിലപ്പോൾ അവര് അസിസ്റ്റന്റിനെ വെച്ചുണ്ടാവും. അപ്പൊ ഈ അസിസ്റ്റൻസിനൊക്കെ എന്തുവാണ് അത് എങ്ങനെ കോഡ് ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് തയ്യാറാക്കണം. അടുത്താണ് ഗെറ്റ് റെഡി ദ സപ്ലൈ കോഡേഴ്സ് ഇൻസ്ട്രക്ഷൻ മാനുവൽ. അതുപോലെ ഇൻസ്ട്രക്ഷൻ മാനുവൽ തയ്യാറാക്കണം. ആ മാനുവൽ എന്ത് ചെയ്യണം നമ്മൾ ഈ കോഡേഴ്സിന് സപ്ലൈ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അങ്ങനെ ഇൻസ്ട്രക്ഷൻ മാനുവൽ ഉണ്ടെങ്കിലാണ് അത് എങ്ങനെയാണ് ഓരോന്നിനും കോഡ് കൊടുക്കേണ്ടത്, ഇന്ന ആൻസർ വന്നു കഴിയുമ്പോൾ ഇന്ന ആൻസർ എന്ത് കോഡ് കൊടുക്കണം അതിനെ കുറിച്ചുള്ള വ്യക്തമായ ഇൻഫർമേഷൻസ് കിട്ടുള്ളൂ. അടുത്താണ് അറേഞ്ച് ദ സർവീസ് ഓഫ് ദ ട്രെയിൻഡ് കോഡേഴ്സ് അണ്ടർ ക്ലോസ് സൂപ്പർവിഷൻസ്. അതുപോലെ നമുക്ക് ഒരു ലാർജ് സ്റ്റഡിക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള കോഡേഴ്സ് വേണ്ടി വരും. അവരുടെ സർവീസ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരും. അവരെ അറേഞ്ച് ചെയ്യുന്നത് പ്രശ്നമല്ല, നമുക്ക് എന്താണ് അവരുടെ ക്ലോസ് സൂപ്പർവിഷനിലായിരിക്കണം അവരെ കോഡിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് പറ്റുമെങ്കിൽ എന്താണ് ട്രെയിൻഡ് കോഡേഴ്സിന്റെ സർവീസ് അറേഞ്ച് ചെയ്യുക എങ്ങനെ ക്ലോസ് സൂപ്പർവിഷന്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം. അടുത്താണ് വിജിലന്റ്ലി ഇൻസ്പെക്ട് എവരി കോഡഡ് ഐറ്റം ഇൻ ദ ഏർലി സ്റ്റേജസ് ഓഫ് കോഡിംഗ്. അതുപോലെ എന്ത് ചെയ്യണം വളരെ വിജിലന്റ് ആയിട്ട് എന്ത് ചെയ്യണം കോഡിങ്ങിന്റെ ഓരോ ഐറ്റം കോഡ് ചെയ്യുന്നത് വളരെ വിജിലന്റ് ആയിട്ട് എന്ത് ചെയ്യണം ഇൻസ്പെക്ട് ചെയ്യണം. ഏർലി സ്റ്റേജസ് ഓഫ് കോഡിങ്ങിന്റെ ഏർലി സ്റ്റേജസ് തന്നെ ഓരോ ഐറ്റം നമ്മൾ എന്ത് ചെയ്യണം കോഡ് ചെയ്യുന്നത് വളരെ വിജിലന്റ് ആയിട്ട് തന്നെ ഇൻസ്പെക്ട് ചെയ്യണം. അടുത്താണ് റാൻഡം ചെക്കിംഗ് ഷുഡ് ബി ഡൺ ടു സീ ദാറ്റ് ദ കോഡിംഗ് പ്രോസസ് ഇസ് ഗോയിങ് സ്മൂത്ത്ലി. അതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക റാൻഡം ചെക്കിംഗ് നടത്തുക. കോഡിംഗ് പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് തന്നെ പോകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു റാൻഡം ചെക്കിംഗ് ഒക്കെ എന്ത് ചെയ്യുക ഈ കോഡിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക കണ്ടക്ട് ചെയ്യുക. അടുത്തതാണ് ലാസ്റ്റ് പോയിന്റ്, ദ റിസർച്ചർ ഷുഡ് ടേക്ക് ഡിസിഷൻ വെൻ എനി ചേഞ്ചസ് ഈസ് നീഡഡ് ഇൻ ദ പ്രോസസ് ഓഫ് കോഡിംഗ്.
അപ്പോ റിസർച്ചർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു കോഡിംഗ് പ്രോസസ്സിന്റെ സമയത്ത് എടുക്കാൻ പറ്റും. അതായത് ഈ കോഡിംഗിൽ എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഏത് സമയത്തും റിസർച്ചർക്ക് അതിൽ വേണ്ട ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോഡിംഗ് റൂൾസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് ഉള്ളത്.